യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അളിയൻ ഞാൻ വിചാരിച്ച പോലെ അല്ല ആള്. സുന്ദരിക്ക് വേണ്ടി നേരത്തെ തന്നെ നെക്ലസ് പണിയിച്ചെടുപ്പിച്ചിരിക്കുക. അപ്പൊ സ്നേഹമുണ്ട്. നീ നിന്റെ കെട്ടിയോനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചേ. മനുഷ്യനിവിടെ വയറ് വെച്ചെന്നിട്ട് വൻകുടല് ചെറുകുടലിനെ തിന്നുവാ. അച്ഛൻ വന്നിട്ടേ കഴിക്കാവൂന്ന് ചട്ടമൊന്നുമില്ലല്ലോ. അച്ഛൻ ചെന്ന് കഴിക്കേ. വീട്ടിലെ ആണുങ്ങൾ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഭക്ഷണം കഴിച്ച് ശീലിച്ചിട്ടില്ല. അങ്കിളിനെ കാത്ത അച്ഛമ്മ വിശന്നിരുന്നു എന്ന് പറഞ്ഞാ അങ്കിള് വഴക്ക് പറയാൻ വന്നത് അച്ഛമ്മയെ തന്നെ ആയിരിക്കും. ചെല്ലച്ചമ്മ ചെന്ന് ഭക്ഷണം കഴിക്കേ. കൃഷ്ണന്റെ കൂടെ ഇരുന്ന് 2 പിടി ചോറ് വാരി കഴിച്ചാൽ അതിന്റെ രസം ഒന്ന് വേറെയാ മോളെ. എന്തായാലും അവൻ വരട്ടെ. എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചു. അച്ഛൻ എന്താ വരാൻ ഇത്രയും വൈകിയത്? ഒരു വഴിക്ക് പോയതല്ലേടി മോളെ, അതിന് അതിന്റേതായ സമയം എടുക്കില്ലേ? സുന്ദരി വാ. എന്താ കൃഷ്ണമ്മ? ഞാൻ പറയരുതെന്ന് പറഞ്ഞെങ്കിലും നിന്റെ ദേവിയമ്മ നിന്നോടൊന്നും മറക്കില്ലെന്ന് എനിക്കറിയാം. ഇത് കൃഷ്ണമ്മാമ്മയുടെ സുന്ദരിമോക്ക് വിവാഹ വാർഷികത്തിനുള്ള സമ്മാനം. പിടിക്ക്. എന്തിനാ കൃഷ്ണമാമ ഇതൊക്കെ? ഒരാള് സന്തോഷത്തോടെ ഒരു കാര്യം തരുമ്പോ എന്തിനാന്ന് ചോദിച്ച് അതിന്റെ വില കളയരുതടി മോളെ. കൃഷ്ണ, അതെടുത്ത് നീ തന്നെ അവളെ അണിയിച്ചു കൊടുത്തേ. ഇതിന് എത്ര രൂപ വരുവാടാ മോനെ? ഒരാളൊരു സമ്മാനം തരുമ്പോ മുഖം കറുപ്പിക്കരുതെന്ന് അമ്മ നേരത്തെ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ സമ്മാനത്തിന്റെ വിലയും ചോദിക്കരുത്. ആ പറഞ്ഞത് ന്യായമാ. ശരി, ചോദിക്കുന്നില്ല. എന്നാലും എത്ര പവനുണ്ടെന്ന് പറയാലോ. എത്ര പവനോ ആയിക്കോട്ടെന്നേ, എന്റെ മോക്ക് ഞാൻ വാങ്ങിയതല്ലേ, അതവിടെ കിടക്കട്ടെ. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഇനി ഞാൻ ചോദിക്കുന്നില്ല. വാ, ഭക്ഷണം കഴിക്കാം. ഏയ്, അങ്ങനെ പോയി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. അയ്യോ, ഇനിയും കാത്തിരിക്കണോ? ഇത്രയും നേരം നിന്നെ കാത്താ ഞാനിവിടെ ഇരുന്നേ. എന്റെ അമ്മ, ഇന്ന് VIP-കളെന്ന് പറയുന്നത് 2 പേരാ, സുന്ദരിയും കാർത്തിക്കും. കാർത്തിക് വരാതെ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല. കാർത്തിക് അതിനെവിടെ നിന്ന് വരാനാ? അതൊക്കെ വരും, നീ നോക്കിക്കോ. അവനെന്തോ ബിസിനസ് ആവശ്യമായിട്ട് പുറത്തു പോകുന്നല്ലേ പറഞ്ഞത്. അവനെ പ്രതീക്ഷിച്ചിരുന്ന ഇനി ചിലപ്പോ ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വരും. ഞാനല്ലേ പറയുന്നത്, ഇന്ന് വിവാഹ വാർഷിക ദിവസമായിട്ട് അവൻ ഇവിടെ എത്തിയിരിക്കും. അതും ഇപ്പൊ തന്നെ എത്തിയിരിക്കും. അല്ല, അച്ഛൻ അങ്കിള് വരുന്നെന്താ ഇത്ര ഉറപ്പ്? കാർത്തിക് വരുമെന്നേ ഞാൻ പ്രശ്നം വെച്ച് നോക്കി പറഞ്ഞതൊന്നും അല്ല. ഞാനേ ഈ മാല വാങ്ങാൻ പോയ ജ്വല്ലറിയില് കാർത്തിക്കും ഉണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം ഒരു നെക്ലസ്. അതാ സുന്ദരിമോക്ക് കൊടുക്കാനായിട്ട് അവൻ വാങ്ങിച്ചത്. പക്ഷേ അവനെന്നെ കണ്ടില്ല കേട്ടോ. കുടുംബം നോക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എത്ര വഴക്ക് പറഞ്ഞാലും അത് കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി ശ്രീദേവി. മനസ്സ് നന്നായങ്ങ് നിറഞ്ഞു. വിവാഹ വാർഷികം ഓർത്തു വെച്ച് അവനവന്റെ പെണ്ണിന് സമ്മാനം വാങ്ങിയല്ലോ. ഇപ്പൊ വരും അവനിങ്ങോട്ട്. എനിക്കറിയായിരുന്നു അവൻ വരുമെന്ന്. എങ്കിൽ പിന്നെ കാർത്തിമോൻ വന്നിട്ട് മതി ഭക്ഷണമൊക്കെ. വൈകയ്ക്ക് വേണ്ടി കാർത്തിക് വാങ്ങിയതാവും അത്. ഉറപ്പായും ഭാവം അങ്കിള് തെറ്റിദ്ധരിച്ചിരിക്കുക. ഇന്ന് അവനോട്ട് വരികയും ഇല്ല, ഇവിടെ പ്രശ്നമാവുകയും ചെയ്യും. മോളെന്താ ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നേ? അവൻ വരില്ല എന്നുള്ള പേടിയാണോ? ഒരിക്കലുമില്ല, അവൻ വരിക തന്നെ ചെയ്യും.
ആളിപ്പഞ്ഞ് എത്തുവന്നേ. ഇവിടെ എല്ലാരും വിശന്നിരിക്കുകയല്ലേ ഏട്ടാ, നമുക്ക് കഴിച്ചാലോ? അവൻ വരുമ്പോ വരട്ടെ. ഓ ചേച്ചി ആണെങ്കിൽ കുറെ നേരമായിട്ട് വിശക്കുന്നെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. കാർത്തികിനെ പ്രതീക്ഷിക്കണ്ട കൃഷ്ണ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നയത്തിൽ അവനെ ഒന്ന് വിളിച്ചു നോക്കാം. വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാലോ. അളിയൻ എവിടെയാ ഉള്ളത്? എന്താ കൃഷ്ണമാമ? അവൻ നാട്ടിലുണ്ടെന്നുള്ളത് ഞാൻ കണ്ടതല്ലേ. പക്ഷേ അവനിങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന്. ഓഫീസ് കാര്യങ്ങളെല്ലാം കൂടി തലയെടുത്ത് വെച്ച് ഭ്രാന്ത് പിടിച്ച് ഓടുകയാണെന്ന്. ഇന്ന് തന്നെ എവിടെയൊക്കെ തിരിച്ചു പോയേ പറ്റൂന്ന്. ആ അത് വിടേട്ടാ, വന്ന് ഭക്ഷണം കഴിക്കും. ശ്രീദേവി, ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിവാഹ സമ്മാനമായിട്ട് ആഭരണം വരെ വാങ്ങിവെച്ച അളിയനെ ഓഫീസിൽ നിന്ന് വരാൻ അനുവദിക്കില്ല എന്ന് വെച്ചാ അതൊന്നും അറിയണമല്ലോ. അങ്കിൾ എന്ത് ചെയ്യാൻ പോവാ? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വൈകയോ വൈദേഹി മേഡമോ വിളിച്ച് കാർത്തിക്കിനോട് പറയണം, ഭാര്യയെ പോയി കണ്ട് സമ്മാനം കൊടുത്തിട്ട് മതി ബാക്കി കമ്പനി കാര്യങ്ങളെന്ന്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ അത് ഈ കൃഷ്ണൻ അങ്ങ് ചെയ്യും. ഏട്ടാ വേണ്ട, അത് വിട്ടേക്ക്. വിടാനോ? എങ്ങും വിടാൻ പോകുന്നില്ല ഞാൻ. അവനെ ഞാൻ പോയി കൊണ്ടുവരും ഇവിടെ. കൃഷ്ണമാമ വേണ്ട. ഈ കാര്യവും പറഞ്ഞ് വൈഗ മാഡത്തിന്റെ വൈദേഹിമിയുടെ അടുത്തേക്ക് പോകുന്നത് ശരിയല്ല കൃഷ്ണമാമ. അല്ലെങ്കിലും പുള്ളിക്കാരൻ അവിടെ കാണില്ലല്ലോ. ഞാൻ പോകാതിരിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ നീ കണ്ടുപിടിക്കണ്ട. അവരോട് ചോദിച്ചാൽ അറിയാലോ കാർത്തിക് എവിടെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ വൈദേഹി മേഡത്തെ കൊണ്ട് അവനെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. ഇതത്ര നിസ്സാര കാര്യമല്ല. ഒരു വിവാഹ വാർഷികത്തിന് താലി കെട്ടിയ പെണ്ണിന് കൊടുക്കാൻ ഒരു ആഭരണം വാങ്ങിവെച്ച അതൊന്നും നേരത്തും കാലത്തും കൊടുക്കാൻ പറ്റാത്ത ജോലിയാണെങ്കിൽ അത് വേണ്ട. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഞാൻ വരൂ. കൃഷ്ണമാമ